രാജ്യത്ത് 18ാമത് പാർലമെൻറ്റിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിൻ്റെ 5 ഘട്ടങ്ങൾ കഴിയുമ്പോൾ രാജ്യത്ത് തന്നെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിവിധ ഏജൻസികളുടെയും ചാനലുകളുടെയും ഇലക്ഷൻ സർവേകൾ നൽകുന്ന സൂചനകൾ അത്തരത്തിലാണ്. തുടക്കത്തിൽ NDA ഉന്നയിച്ചിരുന്ന 400-ലധികം സീറ്റ് നേടും എന്ന അവകാശവാദം പൊളിയുകയാണ്. 400 പോയിട്ട് കേവല ഭൂരിപക്ഷമായ 272 തികയ്ക്കാൻ നന്നായി വെറുപ്പൊഴുക്കേണ്ടി വരും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വിവിധ ചാനൽ സർവേകൾ നൽകുന്ന സൂചനകളും അത്തരത്തിലാണ്. കഴിഞ്ഞ ദിവസം നോർത്ത് ബേസ്ഡായ ഒരു ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനാണ് സാധ്യത. രാജസ്ഥാനിൽ 25 സീറ്റുള്ളതിൽ NDAക്ക് 9ഉം ഇന്ത്യ മുന്നണിക്ക് 16ഉം ലഭിക്കുമെന്നാണ് അവർ നൽകുന്ന സൂചന. കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റും NDAക്ക് ആയിരുന്നു. 29 സീറ്റുള്ള മധ്യപ്രദേശിൽ NDAക്ക് 15ഉം ഇന്ത്യ മുന്നണിക്ക് 14ഉം ലഭിക്കുമെന്നും, ഛത്തീസ്ഗഡിൽ 11 സീറ്റിൽ 4 NDAക്കും 7 ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നും, തെലങ്കാനയിൽ 17 സീറ്റിൽ NDAക്ക് 2ഉം ഇന്ത്യ മുന്നണിക്ക് 11ഉം അതേഴ്സിന് 4ഉം, 40 സീറ്റുള്ള ബീഹാറിൽ NDAക്ക് 14ഉം ഇന്ത്യ മുന്നണിക്ക് 24, അതേഴ്സ് 2, 42 സീറ്റുള്ള ബംഗാളിൽ NDAക്ക് 15ഉം ഇന്ത്യ മുന്നണിക്ക് 27ഉം, 39 സീറ്റുള്ള തമിഴ്നാട്ടിൽ NDAക്ക് 3ഉം ഇന്ത്യ മുന്നണിക്ക് 36ഉം, 14 സീറ്റുള്ള ജാർഖണ്ഡിൽ NDAക്ക് 4ഉം ഇന്ത്യ മുന്നണിക്ക് 8ഉം അതേഴ്സിന് 2ഉം, ഉത്തരാഖണ്ഡിൽ 5 സീറ്റാണ് ആകെയുള്ളത്. അതിൽ 4 NDAക്കും 1 ഇന്ത്യ മുന്നണിക്കും. ആസാമിൽ 14 സീറ്റാണ് ആകെയുള്ളത്. അതിൽ ഇന്ത്യ മുന്നണിക്ക് 5ഉം NDAക്ക് 8ഉം അതേഴ്സിന് 1ഉം ആണ് അവർ പ്രവചിക്കുന്നത്. ഹരിയാന 10 സീറ്റിൽ 4 NDAക്കും ഇന്ത്യ മുന്നണിക്ക് 6ഉം ലഭിക്കുമെന്നും അവർ പറയുന്നു. 13 സീറ്റുള്ള പഞ്ചാബിൽ NDAക്ക് 1ഉം ലഭിക്കില്ല, ഇന്ത്യ മുന്നണിക്ക് 13 സീറ്റും ലഭിക്കും എന്നാണ് അവരുടെ വിലയിരുത്തൽ. 4 സീറ്റുള്ള ഹിമാചലിൽ NDAക്ക് 2ഉം ഇന്ത്യ മുന്നണിക്ക് 2ഉം. മഹാരാഷ്ട്രയിൽ 48 സീറ്റാണ് ആകെയുള്ളത്. അതിൽ NDAക്ക് 18ഉം ഇന്ത്യ മുന്നണിക്ക് 30ഉം ലഭിക്കുമെന്നും, കേരളത്തിൽ 20 സീറ്റുള്ളതിൽ 20ഉം ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നും, ഈ തവണയും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ NDAക്ക് ആവില്ല എന്നും അവർ പ്രവചിക്കുന്നു. കർണാടകയിൽ ആകെ 28 സീറ്റിൽ NDAക്ക് 8ഉം ഇന്ത്യ മുന്നണിക്ക് 20 സീറ്റുമാണ് ലഭിക്കുമെന്നാണ് അവർ പ്രവചിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ ഭൂരിപക്ഷം സീറ്റും NDAക്ക് ലഭിച്ച ഒരു സംസ്ഥാനമായിരുന്നു കർണാടക. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച ഒരു സംസ്ഥാനവും NDAക്ക് അനുകൂലിച്ച ഒരു സംസ്ഥാനവും കർണാടകയായിരുന്നു. ഉത്തർപ്രദേശിൽ 80 സീറ്റിൽ NDAക്ക് 30ഉം ഇന്ത്യ മുന്നണിക്ക് 50ഉം ലഭിക്കും എന്നാണ് ഈ സർവേ വെളിപ്പെടുത്തുന്നത്. ആന്ധ്രാപ്രദേശിൽ 25 സീറ്റാണ് ആകെയുള്ളത്. NDAക്ക് 1ഉം ലഭിക്കില്ല എന്ന്, ഇന്ത്യ മുന്നണിക്ക് 5 സീറ്റ് ലഭിക്കുമെന്നും, ബാക്കിയുള്ളവ YSRCP പ്രാദേശിക പാർട്ടിയായ YSRCPക്ക് 20 സീറ്റ് ലഭിക്കുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഒഡീഷയിൽ 21 സീറ്റിൽ NDAക്ക് 8ഉം ഇന്ത്യ മുന്നണിക്ക് 2ഉം BJDക്ക് 11ഉം ലഭിക്കുമെന്നും, ഗുജറാത്തിൽ 26 സീറ്റിൽ NDAക്ക് 23ഉം ഇന്ത്യ മുന്നണിക്ക് 3ഉം ലഭിക്കും. അരുണാചലിൽ 2 സീറ്റാണ് ആകെയുള്ളത്. അത് NDAക്കും ഇന്ത്യ മുന്നണിക്കും 1 വീതം ലഭിക്കുമെന്നും, ഗോവയിൽ 2 സീറ്റിൽ 2ഉം NDAക്ക് ലഭിക്കും. മണിപ്പൂരിൽ 2 സീറ്റാണ് NDAക്ക് 1ഉം ഇന്ത്യ മുന്നണിക്ക് 1ഉം ലഭിക്കും. മേഘാലയയിൽ 2 സീറ്റിൽ NDAക്ക് 1, ഇന്ത്യ മുന്നണിക്ക് 1. ത്രിപുരയിൽ 2 സീറ്റാണുള്ളത്, 2ഉം NDAക്ക് ലഭിക്കും. 1 സീറ്റുള്ള മിസോറാമിൽ NDAക്കും ഇന്ത്യ മുന്നണിക്കും ലഭിക്കില്ല, അതേഴ്സിന് 1 സീറ്റ് ലഭിക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത്. നാഗാലാൻഡ്, സിക്കിം 1 വീതം സീറ്റുകളാണുള്ളത്. അത് പൂർണ്ണമായും NDAക്ക് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ദില്ലിയിൽ 7 സീറ്റാണുള്ളത്, NDAക്ക് 4ഉം ഇന്ത്യ മുന്നണിക്ക് 3ഉം. ജമ്മു കാശ്മീരിൽ 5 സീറ്റാണുള്ളത്, NDAക്ക് 2ഉം ഇന്ത്യ മുന്നണിക്ക് 3ഉം ലഭിക്കുമെന്നും ഈ സർവേ വിലയിരുത്തുന്നു. നഗർ ഹവേലിയിൽ 2 സീറ്റാണുള്ളത്, NDAക്ക് 1ഉം ഇന്ത്യ മുന്നണിക്ക് 1ഉം ലഭിക്കുമെന്നും. ഛത്തീസ്ഗഡിൽ 1 സീറ്റാണുള്ളത്, അത് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും. ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി, അന്തമാൻ എല്ലായിടത്തും 1 വീതം സീറ്റുകളാണുള്ളത്. ഇത് പൂർണ്ണമായും NDAക്ക് ലഭിക്കും എന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. ആകെ ഉള്ള 543 സീറ്റിൽ 190 സീറ്റ് NDAക്കും 311 സീറ്റ് ഇന്ത്യ മുന്നണിക്കും, അതേഴ്സിന് 42 സീറ്റും ലഭിക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ സർവേ റിപ്പോർട്ടാണ്. ഇത് എത്രത്തോളം ശരിയാണെന്നറിയാൻ ജൂൺ 4 ആകണം. മറ്റ് പ്രധാന ഏജൻസികളുടെ സർവേ ഫലങ്ങളിൽ NDAക്കാണ് മുൻതൂക്കം. ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ കുറയും എന്ന് മാത്രം.